എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ്. വ്യത്യസ്ത ഭാവങ്ങൾ നിറഞ്ഞതാണ്. ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി, നിലമ്പൂർ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് LDF ഒരുങ്ങി. 17 മുതൽ പ്രചരണ കൺവെൻഷനുകൾ തുടങ്ങും. CPM നിലമ്പൂർ ഏരിയ കമ്മിറ്റി ഓഫീസിൽ LDF കൺവീനർ TP രാമകൃഷ്ണന്റെ സാന്നിധ്യത്തിൽ നടന്ന LDF യോഗത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിക്കാൻ തീരുമാനിച്ചത്. 17 മുതൽ മണ്ഡലം കൺവെൻഷനുകൾ നടക്കും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടന്നില്ലെങ്കിലും താഴെത്തട്ട് മുതൽ പ്രവർത്തനം ശക്തമാക്കാനാണ് തീരുമാനം. PV അൻവർ രാജിവെച്ച ഒഴിവിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ വിജയത്തിൽ കുറഞ്ഞത് ഒന്നും ചിന്തിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് CPM-ഉം LDF-ഉം. പിണറായി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം നടത്തുന്ന PV അൻവറിന് രാഷ്ട്രീയമായി മറുപടി നൽകാൻ നിലമ്പൂരിലെ വിജയം LDF-ന് അനിവാര്യമാണ്. ഈ സാഹചര്യത്തിലാണ് യോഗം നടന്നത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ LDF കൺവീനർ TP രാമകൃഷ്ണൻ MLA വിശദീകരിച്ചു. LDF മണ്ഡലം കൺവീനർ E പത്മാഷൻ അധ്യക്ഷത വഹിച്ചു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ചാർജുള്ള CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് M സ്വരാജ, CPM ജില്ലാ സെക്രട്ടറി VP അനിൽ, ജനാധിപത്യ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് MA വീറ്റജ്, കേരള കോൺഗ്രസ് M ജില്ലാ വൈസ് പ്രസിഡന്റ് സ്കറിയക്നാന്തോപ്പിൽ, CPI ജില്ലാ കമ്മിറ്റി അംഗം PM ബഷീർ, CPM നിലമ്പൂർ ഏരിയ സെക്രട്ടറി K മോഹൻ, NCPS നിലമ്പൂർ ബ്ലോക്ക് പ്രസിഡന്റ് പരുന്തൻ നൌഷാദ്, കേരള കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് വേട്ടേക്കോടൻ ശംസുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇലക്ഷൻ പ്രഖ്യാപനത്തിന് ശേഷമായിരിക്കും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.